വായു മലിനീകരണത്തിൽ ശ്വാസം മുട്ടി രാജ്യതലസ്ഥാനം. വായു ഗുണ നിലവാര സൂചിക 498-ന് മുകളിലാണെന്നും സ്ഥിതി അതീവ ഗുരുതരമാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. മലിനീകരണം രൂക്ഷമായതോടെ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലാണെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. 498-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. ഇതോടെ ഏറ്റവും കടുത്ത വായു മലിനീകരണമുള്ള രണ്ടാമത്തെ നഗരമായി ഡൽഹി മാറി. മലിനീകരണം രൂക്ഷമായതോടെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രഖ്യാപിച്ച ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 3 പ്രകാരമുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അടിയന്തര സ്വഭാവമില്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പ്രൈമറി സ്കൂളുകൾ ഇന്നു മുതൽ ഓൺലൈനായി മാത്രം ക്ലാസുകൾ നടത്തും. വിവിധ വിഭാഗങ്ങളിലായി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലായതിനാൽ കുട്ടികളും പ്രായമായവരും പ്രത്യേകം ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അന്തരീക്ഷം വിഷപ്പുക നിറഞ്ഞ് കാഴ്ചപരിധി കുറഞ്ഞത് റെയിൽ വ്യോമഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.